നമസ്കാരം. റിയൽ അല്ലാത്ത റിയൽ സ്റ്റോറീസുമായി ഉള്ളതോ കള്ളമോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് രണ്ട് പെൺകുട്ടികളുടെ കഥയായിരുന്നു. ഇന്ന് ഉള്ളതോ കള്ളമോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വ്യാജ വാർത്തകളെ പറ്റിയാണ്. സാങ്കേതിക വിദ്യ അതിവേഗം സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നതും അതേ വേഗത്തിൽ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായ നിയന്ത്രണങ്ങളോ നിയമനിർമ്മാണമോ വരുത്താൻ സർക്കാരുകൾക്ക് കഴിയാതെ പോയതുമാണ് വ്യാജ വാർത്തകളുടെ വളർച്ച ഇത്ര വേഗത്തിലാക്കിയത്. വാർത്തകളെ തേടി നടന്നിരുന്ന കാലത്തു നിന്നും നമ്മളെ തേടി വാർത്തകൾ എത്തുന്ന കാലമാണ് ഇത്. അച്ചടിയിൽ നിന്നും റേഡിയോയും ടെലിവിഷനും പിന്നിട്ട് ഇന്റർനെറ്റിലെത്തി നിൽക്കുന്ന മാധ്യമയാത്രയിൽ വ്യാജ വാർത്തകളുടെ സാന്നിധ്യം ഇത്രയേറെ വർദ്ധിപ്പിച്ചതിൽ ഒന്നാം പ്രതി സാമൂഹിക മാധ്യമങ്ങളാണെന്ന് തന്നെ പറയാം. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നവരെന്ന വ്യാജ വിവരമടങ്ങിയ വാട്സപ്പ് സന്ദേശങ്ങൾ കാരണം ആളുമാറി ഒട്ടേറെ പേരെ ആൾക്കൂട്ടം തല്ലിക്കൊലപ്പെടുത്തിയ ഇന്ത്യ ആ വിഷയത്തിൽ ഒന്നാം നമ്പർ ഇരയാണ്. വ്യാജ വാർത്തകളുടെ വളർച്ച എങ്ങനെയായിരുന്നു? മുൻപ് പറഞ്ഞ പോലെ തന്നെ സാങ്കേതിക വിദ്യ അതിവേഗം സമൂഹത്തിന്റെ താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെന്നതും അതേ വേഗത്തിൽ ആ മാറ്റങ്ങൾക്ക് അനുസൃതമായ നിയന്ത്രണങ്ങളോ നിയമനിർമ്മാണമോ സർക്കാർ ഏർപ്പെടുത്താത്തതും തന്നെയാണ് ഇതിന് കാരണം. കൊറോണ ലോകത്തെ സ്തംഭിപ്പിച്ച 2020 മാത്രം അതിനു മുൻപുള്ള വർഷങ്ങളെ അപേക്ഷിച്ച് വ്യാജ വാർത്തകളുടെയും വളച്ചൊടിച്ച വാർത്തകളുടെയും എണ്ണത്തിൽ ഏതാണ്ട് 214% വർധന ഉണ്ടായതായാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക്. 2020 1527 കേസുകളാണ് ഇന്ത്യ എങ്ങും റിപ്പോർട്ട് ചെയ്തതെങ്കിൽ അതിനു മുൻപ് 2019 അത് 486 ആയിരുന്നു. 2018 280. വളർച്ചയുടെ ഗ്രാഫ് വ്യക്തം. അപ്പോൾ ഏറ്റവും കൂടുതൽ വ്യാജ വാർത്തകൾ വർദ്ധിച്ചു വന്നത് കൊറോണ കാലം തൊട്ടാണ്. എന്തുകൊണ്ട് ഇന്ത്യ? ആളുകൾ വീട്ടിലടച്ചിരുന്ന കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്ത് നോവൽ കൊറോണ വൈറസിനെ കുറിച്ചുള്ള വ്യാജ വിവരങ്ങൾ ലോകത്തിന് സംഭാവന ചെയ്തതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യക്കായിരുന്നുവെന്ന് കാനഡയിലെ ആൽബർട്ട യൂണിവേഴ്സിറ്റി നടത്തിയ പഠനം വ്യക്തമാക്കുന്നു. ബ്രസീലും അമേരിക്കയുമാണ് 2ഉം 3ഉം സ്ഥാനത്ത്. ചെറുനാരങ്ങയും ഗ്രാമ്പുവും ഒക്കെ ഉപയോഗിച്ച് പലരും കൊറോണയെ ചെറുക്കാൻ ശ്രമിച്ച ആ കാലത്തെ വ്യാജ വാർത്തകളിൽ 91% ഇന്റർനെറ്റിൽ നിന്ന് ഉയരെടുത്തതുമായിരുന്നു. മുഖ്യധാര മാധ്യമങ്ങൾ പ്രവർത്തിക്കാൻ നന്നേ ബുദ്ധിമുട്ടിയ ആ കാലത്തായിരുന്നു വ്യാജ വാർത്തകളുടെ കുത്തൊഴുക്കുണ്ടായത് എന്നതും ശ്രദ്ധേയം. എല്ലാ വ്യാജ വാർത്തകളുടെയും വിഷയം വരുമ്പോൾ എന്തുകൊണ്ട് ഇന്ത്യ എന്ന് ചോദിച്ചാൽ ജനസംഖ്യയുടെയും വിവര സാങ്കേതിക വിദ്യയുടെയും കാര്യത്തിൽ നമ്മൾ നേടിയ വളർച്ച എന്ന് തന്നെയാണ് അതിനുള്ള ഉത്തരവും. അതേസമയം വ്യാജ വാർത്തകൾ കണ്ടെത്തി ഇല്ലാതാക്കുന്നതിൽ തുടക്കത്തിൽ നമുക്കുണ്ടായ പിഴവും. വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ വിളമ്പുകാർ. മുഖ്യധാര മാധ്യമങ്ങൾക്കുമേൽ വാട്സപ്പ് ആധിപത്യം സ്ഥാപിച്ചു വരുന്ന കാലം കൂടിയാണിത്. എന്തും വാട്സപ്പിൽ കണ്ടാൽ രണ്ടാമത് ആലോചിക്കാതെ കണ്ണും പൂട്ടി വിശ്വസിക്കുന്ന ഈ കാലത്താണ് വാട്സപ്പിൽ ആരോ മനഃപൂർവ്വം പ്രചരിപ്പിച്ച സന്ദേശങ്ങൾ നമ്മുടെ നാടിന് ഒരു ഹർത്താൽ സമ്മാനിച്ചത് എന്നോർക്കണം. ദിനപത്രങ്ങളെക്കാൾ ടെലിവിഷനേക്കാൾ കൂടുതൽ വാട്സപ്പ് സന്ദേശങ്ങളെ വിശ്വസിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്ന കാലത്ത് കഴിഞ്ഞ കുറേ കാലങ്ങൾക്ക് മുൻപ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തുവിട്ട പഠനം ഒരു ചൂണ്ടുപലകയാണ്. ഇന്ത്യക്കാരിൽ 77% പേർ മാധ്യമങ്ങളെ വിശ്വാസത്തിൽ എടുക്കുന്നുണ്ടെങ്കിലും അതിൽ 54% പേർ വാട്സപ്പ് വഴി വരുന്ന വാർത്തകൾ വിശ്വസിക്കുന്നു എന്നാണ് റോയിട്ടേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനം വെളിപ്പെടുത്തുന്നത്. 51% പേർ ഗൂഗിളിനെയും യൂട്യൂബിനെയും, 41% പേർ ഫേസ്ബുക്കിനെയും, 27% ഇൻസ്റ്റഗ്രാമിനെയും വിശ്വസിക്കുന്നു. ഇന്ത്യക്ക് പുറമെ ബ്രസീൽ, UK, അമേരിക്ക എന്നിവിടങ്ങളിൽ നടത്തിയ പഠനങ്ങളിൽ ഭൂരിഭാഗം പേരും പറയുന്നത് വാർത്തകൾക്ക് വേണ്ടി സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നില്ല എന്നു തന്നെയാണ്. നേരം പോക്കിനും സുഹൃത്തുക്കളുമായ ആശയവിനിമയം സാധ്യമാക്കുന്നതിനും വേണ്ടിയാണ് അവർ വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും അടങ്ങിയ സോഷ്യൽ മീഡിയ ആശ്രയിക്കുന്നത്. അതിനിടെ ക്ഷണിച്ചും ക്ഷണിക്കാതെയും കയറി വരുന്ന അതിഥികളാണ് വാർത്തകളും വിവരങ്ങളും. അവ പലരുടെയും സ്വയം സൃഷ്ടികളാവുന്നു എന്ന് വരുമ്പോഴാണ് വിവരങ്ങൾ വ്യാജമാകുന്നത്. ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ ഏവരുടെയും മുൻപിൽ ഏറ്റവും കൂടുതൽ തവണ വന്നിട്ടുള്ള ഒരു വ്യാജ വാർത്തയെ പറ്റിയാണ്, അല്ലെങ്കിൽ ഒരു വ്യാജ മെസ്സേജ്. നമ്മളിൽ മിക്കവരും പലവിധ സാധനങ്ങൾ വാങ്ങാൻ ആശ്രയിക്കുന്ന ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആമസോൺ 1994 ആരംഭിച്ചത്. അടുത്ത വർഷം 30 വയസ്സാകും. പക്ഷെ ആഘോഷം നേരത്തെ തുടങ്ങിയെന്ന് വേണം വാട്സപ്പിലും മെസ്സഞ്ചറിലും ഒക്കെ വരുന്ന ഫോർവേഡുകൾ കണ്ട് മനസ്സിലാക്കാൻ. ആമസോണിന്റെ 30ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പലതരം സമ്മാനങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുവെന്നാണ് സന്ദേശം. അത് കിട്ടാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം: മെസ്സേജിലുള്ള ലിങ്ക് തുറക്കുക, അവിടെ കുറേ ചോദ്യങ്ങൾ ഉണ്ടാകും, ഉത്തരം നൽകുക, ശേഷം സന്ദേശം നിങ്ങളുടെ 10-20 കൂട്ടുകാർക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ തെളിഞ്ഞു വരുന്ന സമ്മാനപ്പെട്ടിയിൽ ഞെക്കിയാൽ
സമ്മാനം എന്തെന്നറിയാം. സോ കൂൾ. ഈ മെസ്സേജ് കിട്ടിയാൽ തന്നെ മിക്കവാറും പേർക്ക് കാര്യം മനസ്സിലാകുമെന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി. 5-6 വർഷമായി ആമസോണിൻ്റെ പേരിൽ ഇത്തരം മെസ്സേജ് വരാറുണ്ട്. മെസ്സേജിലെ ലിങ്ക് തുറക്കുമ്പോൾ കിട്ടുന്ന വെബ്സൈറ്റിന് ആമസോണുമായി ഒരു ബന്ധവുമില്ല. ഏതോ അജ്ഞാത സൈറ്റ്. അവിടെ നിങ്ങൾ നൽകുന്ന വ്യക്തി വിവരങ്ങളെല്ലാം തട്ടിയെടുക്കപ്പെടുകയാണ്. മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി അതിലേക്ക് തള്ളിവിടാനാണ് ശ്രമം. ഒടുവിലോ സമ്മാനമൊന്നും കിട്ടുകയുമില്ല. ശരിക്കും പറഞ്ഞാൽ വാട്സപ്പിനെയും ഫേസ്ബുക്കിനെയും ഒക്കെ അമിതമായി വിശ്വസിച്ച് നമ്മൾ തന്നെ കുഴിയിൽ ചാടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് മുൻപിൽ വരുന്ന മെസ്സേജുകളാണെങ്കിലും വാർത്തകളാണെങ്കിലും എന്തിന് വ്യക്തികളാണെങ്കിലും പോലും ശരിയായ രീതിയിൽ കണക്കുകൂട്ടിയും മനസ്സിലാക്കിയും മുന്നോട്ട് പോയില്ലെങ്കിൽ കുഴിയിൽ വീഴുക തന്നെ ചെയ്യും. റിയൽ അല്ലാത്ത മറ്റൊരു റിയൽ സ്റ്റോറിയുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ അശ്വതി സൈനിങ് ഓഫ്. ആശ്രയം സമ്മാന പെരുമഴ. സാമൂഹ്യ സേവന രംഗത്ത് നിലകൊള്ളുന്ന വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി ചേർന്നുകൊണ്ട് നിർധനരായ രോഗികളെ സഹായിക്കുവാനും വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുവാനും നിർധന വിദ്യാർത്ഥികളുടെ പുനരധിവാസത്തിനുമായി ആശ്രയം സമ്മാന പെരുമഴ എന്ന പേരിൽ ഒരു ലക്കി ഡ്രോ ഒരുക്കുന്നു. ₹50 നൽകി നിങ്ങൾ ഒരു കൂപ്പൺ സ്വന്തമാക്കുന്നതിലൂടെ ഈ ഒരു സദുദ്യമത്തിൽ പങ്കാളികളാകാനും ഒപ്പം നിരവധി സമ്മാനങ്ങൾ സ്വന്തമാക്കാനും സാധിക്കുന്നു. ഒന്നാം സമ്മാനം ഡിയോ സ്കൂട്ടർ, രണ്ടാം സമ്മാനം 32 ഇഞ്ച് LED TV, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, നാലാം സമ്മാനം മൈക്രോവേവ് ഓവൻ, അഞ്ചാം സമ്മാനം 1 ഗ്രാം ഗോൾഡ് കോയിൻ, ആറാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ, ഏഴാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ, എട്ടാം സമ്മാനം കുക്കർ 10 ലിറ്റർ, ഒൻപതാം സമ്മാനം കുക്കർ 5 ലിറ്റർ, 10ാം സമ്മാനം ഡിന്നർ സെറ്റ്, മറ്റനേകം സമ്മാനങ്ങളും. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഈ സന്നദ്ധ സേവനത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ ടൈൽസ്, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി ഫിറ്റിംഗ്സ്, ഇലക്ട്രിക്കൽസ് എന്നിവ മിതമായ നിരക്കിൽ ഗുണമേന്മ ഉറപ്പുവരുത്തി തിരഞ്ഞെടുക്കുവാൻ ഏവരെയും ക്ഷണിക്കുന്നു. മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 9953 64940 9544 895983. എല്ലാവിധ ഇലക്ട്രിക് ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം. ഓണം പ്രമാണിച്ച് എല്ലാ ഉൽപ്പന്നങ്ങൾക്കും വൻപൻ ഡിസ്കൗണ്ട്. സന്ദർശിക്കൂ മമ്മൂസ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഇനി ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുമായി മൽപ്പിടിക്കേണ്ടതില്ല. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് വർക്കുകൾ കൂടാതെ 2 വീലർ സ്പെയർ പാർട്സ്, ഹൗസ് ഹോൾഡ് ആൻഡ് ഗിഫ്റ്റ് ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, ഇലക്ട്രോണിക്സ് സംബന്ധമായ എല്ലാവിധ വർക്കുകൾക്കും സന്ദർശിക്കൂ SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി, ഓപ്പോസിറ്റ് പെട്രോൾ പമ്പ്, ആറ്റിങ്ങൽ റോഡ്, വെഞ്ഞാറമൂട്. ഫോൺ നമ്പർ 8547400047. നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു വൻപൻ വിലക്കുറവിൽ. SH ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെയിൻ്റനൻസ് കമ്പനി.